എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC+2 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ ക്യാമ്പ് ഇന്ന് മുതൽ ആരംഭിച്ചു. വാല്യുവേഷൻ ലിബറൽ ആണോ, അതുപോലെ തന്നെ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണോ, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട് കഴിഞ്ഞു. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC+2 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ ക്യാമ്പ് ഇന്നു മുതൽ ഏപ്രിൽ മാസം 3 മുതൽ 72 കേന്ദ്രീകൃത വാല്യുവേഷൻ ക്യാമ്പുകളിലായിട്ട് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 72 കേന്ദ്രീകൃത വാല്യുവേഷൻ ക്യാമ്പുകളിലായിട്ടാണ് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ നടക്കുക. അപ്പോൾ വാല്യുവേഷൻ ഇന്ന് ഏപ്രിൽ മാസം 3 മുതൽ ആരംഭിച്ചു. 2 ഘട്ടങ്ങളിലായിട്ടാണ് വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ഏപ്രിൽ മാസം 3 മുതൽ ഇന്ന് മുതൽ ഏപ്രിൽ മാസം 11 വരെയും, ഒന്ന് ഏപ്രിൽ മാസം 11 മുതൽ പിന്നെ 26 വരെയുമാണ് വാല്യുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുന്നത്. ഏപ്രിൽ 3 to 11 വരെയും ഏപ്രിൽ 11 to 26 വരെയുമാണ് വാല്യുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്യുന്നത്. എന്നിങ്ങനെ 2 ഘട്ടത്തിലാണ് വാല്യുവേഷൻ ക്യാമ്പ്. വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുകൾ വാല്യുവേഷൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ 2 ഘട്ടങ്ങളായിട്ടാണ് വാല്യുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 26 വാല്യുവേഷൻ ക്യാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും എല്ലാ നടപടികളും പൂർത്തിയാകും. പിന്നീട് ഒരാഴ്ച ടാബുലേഷൻ വർക്കുകളായിരിക്കും. ആ ടാബുലേഷൻ വർക്കുകൾക്ക് ശേഷമാണ്, ടാബുലേഷൻ വർക്കുകൾ മീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ പേപ്പർ നോക്കിയപ്പോൾ ലഭിച്ച മാർക്ക് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടാബുലേഷൻ വർക്ക്. അത് ഒരാഴ്ചയോളം അത് നീണ്ടു നിൽക്കും. ആ ടാബുലേഷൻ വർക്കുകൾക്ക് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാറ്, റിസൾട്ട് പബ്ലിഷ് ചെയ്യാറ്. ആ ടാബുലേഷൻ വർക്കുകളും കൂടെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ വാല്യുവേഷൻ ലിബറൽ ആണോ, വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. അപ്പോൾ വാല്യുവേഷൻ ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ എന്ന് വിദ്യാർത്ഥികൾ അറിയണമെങ്കിൽ ലിബറൽ വാല്യുവേഷൻ എന്താണെന്നും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്താണെന്നും ഓരോ വിദ്യാർത്ഥിനികളും അറിയേണ്ടത് അനിവാര്യമാണ്. ലിബറൽ വാല്യുവേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ലിബറൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേപ്പറിൽ ഇപ്പം ഉദാഹരണം പറയുകയാണ്, +2 പേപ്പറിൽ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിക്ക് ജയിക്കാൻ ആവശ്യം 80 മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ 80 മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റിൽ 24 മാർക്ക് ജയിക്കാൻ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥിക്ക് 22 23 മാത്രമേ കിട്ടുകയുള്ളൂ. 1 മാർക്കിനോ 2 മാർക്കിനോ ഫെയിലായി പോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും 1/2 മാർക്കോ 1 മാർക്കോ കിട്ടുക വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യും, 24 ആക്കി കൊടുക്കും. അതാണ് ലിബറൽ വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇനി സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ട്രിക്റ്റ് വാല്യുവേഷൻ നടക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 22 ഇപ്പോൾ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് വേണം പാസ്സാകാൻ. നിങ്ങൾക്ക് 22 23 കിട്ടിയുള്ളെങ്കിൽ അത് 24 ആക്കി തരൂല. നിങ്ങൾക്ക് 22 കിട്ടിയുള്ളെങ്കിൽ 22, 23 കിട്ടിയുള്ളെങ്കിൽ 23, 24 കിട്ടണമെങ്കിൽ നിങ്ങൾ വീണ്ടും വന്ന് സപ്ലി എക്സാം എഴുതേണ്ടതായിട്ട് വരും. അതാണ് സ്ട്രിക്റ്റ് വാല്യുവേഷൻ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഉപയോഗിക്കാറില്ല. ലിബറൽ വാല്യുവേഷൻ ഉപയോഗിച്ച് തന്നെയാണ് പേപ്പർ നോക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ വാല്യുവേഷൻ ക്യാമ്പ് സജീവമായിട്ടുണ്ട്. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒഫീഷ്യൽ ഡേറ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ SLC പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിലും +2 പരീക്ഷാഫലം തൊട്ടടുത്ത ആഴ്ചയിലും പുറത്തുവിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വന്ന് പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ SLC പരീക്ഷാഫലം എന്ന് പുറത്തുവിടുമെന്നുള്ളത് കൃത്യമായൊരു ഡേറ്റ്, അല്ലെങ്കിൽ +2 പരീക്ഷാഫലം എന്ന് പുറത്തുവിടുമെന്നുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ ഡേറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് കൃത്യമായ ഡേറ്റ് പറയാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ ചാനൽ 2 ദിവസത്തിനകം ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടും. SLC+2 പബ്ലിക് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് പബ്ലിക്കായിട്ട് എത്തിക്കും. എന്തായാലും വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് സ്കറിയ, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.